ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് മാർഗരറ്റ് തിയോഡോർ എമിലി ജെയിംസനെ കണ്ടിരുന്നു. മാർച്ച് മാസം 2017 എഫോഡിയൻ എന്ന വിമത്തിനെ പറ്റി അന്ന് രാത്രി ഒരു ബോട്ടിൽ വോഡ്കയിൽ അവർ വെളുക്കുവോളം സംസാരിച്ചത് എമിലി ഇന്നും ഓർക്കുന്നു. പോകുന്നതിനു മുമ്പ് തന്റെ തെളിവുകൾ മാർഗരറ്റ് എമിലിയെ ഏൽപ്പിച്ചു. ജീവൻ കൊടുത്ത് ആ രഹസ്യങ്ങളുടെ ചുരുൾ ഓരോന്നായി പുറത്തു കൊണ്ടുവരുമെന്ന് എമിലി ഉറപ്പു നൽകി. ചാനൽ 6ന്റെ കോർഡിനേറ്റിംഗ് എഡിറ്ററായിരുന്നു എമിലി. എഫോഡിയനെ പുറത്തു കൊണ്ടുവരാൻ ജേസോക്കിൽ നിന്നും ആരംഭിക്കാൻ അവൾ തീരുമാനിച്ചു. ഒരു ഏഷ്യൻ റിപ്പോർട്ടറിന് അമേരിക്കയിൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ പാടായിരുന്നു. അവളെ അതിന് സഹായിച്ചത് മുൻ കാമുകൻ മാക്സ്വെൽ ഡാനിയൽ ആയിരുന്നു. എന്നാൽ മുഴുവൻ കഥയും മാക്സ്വെല്ലിന് അറിയില്ലായിരുന്നു. അവർ ഒരുമിച്ച് നോർത്ത് കരോലിനയിലെ കുംബർലാൻഡ് കൗണ്ടിയിൽ താമസമാക്കി. അവിടെ നിന്നും പോപ്പ് ഫീൽഡിലെ ആർമി, എയർഫോഴ്സ്, ജേസോക്ക് ഓഫീസർമാരെ വരെ എമിലി പരിചയപ്പെട്ടു തുടങ്ങി. ജേസോക്കിൽ നിന്നും റിട്ടയർ ആയവരുടെയും മുതിർന്ന ഓഫീസർമാരുടെയും അവരുടെ കുടുംബങ്ങളായും എമിലിക്ക് നല്ല അടുപ്പമുണ്ടാക്കാൻ സാധിച്ചു. മാർഗരറ്റ് അറിഞ്ഞതിന്റെ ഇരട്ടിയായി എമിലി കാര്യങ്ങൾ കണ്ടുപിടിച്ചു. ജോലിയിൽ ഒബ്സസ്ഡായ എമിലിയെ ഉപേക്ഷിച്ച് മാക്സ്വെൽ പോയി. എന്നാൽ അവൾ ചിന്തിച്ചത്, ഇന്ന് അവൾ ഇത് നിർത്തിയാൽ ലോകം മുഴുവൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ വിപത്ത് അവൾക്ക് ലോകത്ത് കാണിച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ എന്നായിരുന്നു. എന്നാൽ എമിലിക്കും മാക്സ്വെല്ലിനും വന്നുകൊണ്ടിരുന്ന ത്രെഡ് കോൾസ് കാരണം കൂടിയാണ് മാക്സ്വെൽ പേടിച്ചു പോയതെന്നും അവൾക്കറിയാം. അന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു ഒരു ധൈര്യശാലയെ കണ്ടുമുട്ടിയിരുന്നെങ്കിലെന്ന്. പട്ടാളക്കാരോട് ഇടപെടാൻ അവൾക്ക് എളുപ്പമായിരുന്നു. അവളുടെ അച്ഛൻ ജെയിംസൺ ജോൺ ഇന്ത്യയുടെ ഡിഫൻസ് ഓഫീസർ ജനറലായിരുന്നു. അച്ഛന്റെ റിട്ടയർമെന്റിന് 6 മാസം മുന്നേ അവൾ ഇന്ത്യയിലെത്തി. എഫോഡിയൻ റൂട്ട്സ് ഇന്ത്യയിലെത്തിയതും ആദ്യ ജനസിസ് ഇന്ത്യയിലാണെന്നും അവൾ അന്വേഷിച്ചറിഞ്ഞു. പതിയെ പതിയെ അവൾ അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒരു കാര്യത്തിൽ എടുത്തു ചാടരുതെന്ന് ജെയിംസൺ ജോണിന് അറിയാമായിരുന്നു. ഒരിക്കൽ റിട്ടയർമെന്റിന് ദിവസങ്ങൾ മുമ്പ് എമിലി അവളുടെ അച്ഛനോട് ചോദിച്ചു. ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ അതിന് ജെയിംസൺ ജോൺ കൊടുത്ത ഉത്തരത്തിൽ എമിലി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അയാൾ പറഞ്ഞതൊരു പേരാണ്, അർണവ്. അതെ, റെസിസ്റ്റൻസ് ഫോഴ്സിന്റെ വാമ്പയർ.